വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൻവീസ് നാച്ചുറൽ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പശുവിനെ വളർത്തുമ്പോൾ മാസം എന്തൊക്കെ ചിലവുകൾ വരും എന്നതിനെ കുറിച്ചാണ്. ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവമാണ് കേട്ടോ. വലിയ ഫാമുകളുടെ 10ഉം 20ഉം പശുക്കളെ വളർത്തുന്നവരുടെ കണക്കല്ല, നമ്മളെപ്പോലെ സാധാരണക്കാർ വീട്ടിൽ വളർത്തുമ്പോൾ എത്ര ചിലവ് വരും എന്നതിനെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ പറയണമെങ്കിൽ പച്ചപ്പുല്ലിൻ്റെ കാര്യമാണ്. നമ്മുടെ വീട്ടിൽ പുല്ല് കൃഷി ഇല്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് വാങ്ങേണ്ടി വരും. അതായത് നമ്മുടെ ഇവിടെ പറഞ്ഞാൽ ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുല്ല് അരിഞ്ഞ് കെട്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ കെട്ടിന് 200 രൂപ വരും. നമ്മുടെ വീട്ടിൽ എത്തിച്ച് തരികയാണെങ്കിൽ 250 രൂപ വരെ വരും കേട്ടോ. അതും ആ ഒരു കെട്ട് പുല്ല് തരണമെങ്കിൽ 2-3 ദിവസം വരെ ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ 2 പശുക്കളാണ്, 2-ൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കുക. നമുക്ക് മാക്സിമം എത്ര കിട്ടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. ഞങ്ങൾക്കിവിടെ ആ ഒരു കെട്ടുപുല്ല് 3 ദിവസം വരെ കിട്ടാറുണ്ട്. നമ്മുടെ വീട്ടിൽ 2 പശുക്കളാണുള്ളത്. അപ്പം ഞങ്ങൾ അതായത് പച്ചപ്പുല്ലും വൈക്കോലും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ കൊടുക്കാറ്. അതും കൂടി ഇതിൻ്റെ കൂടെ പറയാം. അതേപോലെ തന്നെ വൈക്കോലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 അടി കെട്ട് വൈക്കോലിന് 350 to 400 രൂപ. അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് വാങ്ങിയത് 380-നാണ് പുല്ല് വാങ്ങിയത്. മഴക്കാലമാകുമ്പോൾ റേറ്റ് കൂടും. അടുത്ത് നമുക്ക് പശുവിൻ്റെ തീറ്റ കാര്യത്തിലേക്ക് പോകാം. പരുത്തിപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇവ പ്രധാനമായും നമ്മൾ പശുക്കൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ തീറ്റയുടെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ പരുത്തിപ്പിണ്ണാക്കിന് ഇപ്പോഴത്തെ അതായത് ഏകദേശം വിലയാണ് പറയുന്നത്. കിലോയ്ക്ക് 40 to 50 രൂപയും അതേപോലെ തേങ്ങാപ്പിണ്ണാക്കിന് ഏകദേശം 35 to 45 തോന്നുന്നു. അതും കടലപ്പിണ്ണാക്കിന് 50 to 70 രൂപയുമാണ്. ഏകദേശ കണക്കാണ് ഇത്. പിന്നെ സ്ഥലവും കടയും അനുസരിച്ച് ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് കുറച്ച് വാങ്ങുന്നതിനേക്കാൾ നല്ലതൊരു ചാക്ക് നമ്മുടെ ഹോൾസെയിൽ ഷോപ്പിൽ പോയി വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ലാഭം. ഇതിൻ്റെ കൂടുതൽ തന്നെ ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് ഇത്ര എക്സ്പെൻസ് ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നെങ്കിൽ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന പിടിക്കാൻ കുത്തിവെക്കുമല്ലോ, അതങ്ങനെ കുത്തിവെക്കുകയാണെങ്കിലും അതുപോലെ ഡെലിവറി കഴിഞ്ഞാലേ ഉള്ളൂ ഞങ്ങൾ എന്താ പറയുക ഈ പരുത്തിക്കുരു തേങ്ങാ പിണ്ണാക്കൊക്കെ നന്നായിട്ട് കൊടുക്കാറുണ്ട് ഡെയിലി. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇതിനെ കെട്ടാൻ പോകുമല്ലോ, നമ്മളൊരു പച്ചപ്പുല്ലുള്ള ഒരു സ്ഥലമുണ്ട്, നമുക്കൊരു തൊടിയുണ്ട്, അവിടെ കെട്ടാൻ പോകും. അപ്പോൾ കെട്ടാൻ പോകും ആ കൊടുത്ത് തന്നെ അവളുടെ ബക്കറ്റിൽ ഈ പരുത്തിക്കുരു തേങ്ങാ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് കുറച്ചെല്ലാം കുറച്ച് അളവിൽ എടുത്തിട്ട് നമ്മുടെ അടുത്തുള്ള ചേച്ചിമാർ ഫുള്ളും കഞ്ഞിവെള്ളം കൊടുത്തിരും. അത് അതിനകത്ത് ഒഴിച്ച് വെക്കും. എന്നിട്ട് അത് മേഞ്ഞ് വരുന്ന വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് എന്താവും കുതിർന്ന് പൊന്തി വരും. എന്നിട്ടാണ് അത് കുടിച്ചതിന് ശേഷമാണ് അവളെ ഞങ്ങൾ കറക്കാറ്. ഞങ്ങൾ അധികം പച്ചപ്പുല്ല് തന്നെയാണ് ഇവൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ല പാല് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് കൊടുക്കാറില്ല എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മളിവിടെ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് പച്ചക്കറികൾ ഉണ്ടാവും, ചീഞ്ഞളിഞ്ഞതല്ല എന്നാലും കുറച്ച് കേടൊക്കെ വരുന്ന പച്ചക്കറികൾ നമ്മൾ വാങ്ങും. അതായത് വാഴക്കത്തട്ട, കുക്കുംബർ, മത്തന്, അങ്ങനെ കുറച്ച് പച്ചക്കറികളുണ്ടല്ലോ, അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇവൾക്ക് കൊടുക്കാറുണ്ട്. അതേപോലെ അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അധികവും ഞങ്ങൾ പറഞ്ഞല്ലോ പച്ചപ്പുല്ല് തന്നെയാണ്. പിന്നെ വൈക്കോലും പച്ചപ്പുല്ലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ പശുവിന് എന്തെങ്കിലും അസുഖം വന്നാൽ വെറ്റിനറി ഡോക്ടറെ വിളിക്കണം. ഞങ്ങളുടെ ഭാഗത്ത് അതായത് നമ്മുടെ വീട്ടിലൊക്കെ വന്ന് നോക്കാൻ ഏകദേശം 500 രൂപയാണ് ഫീസ്. മരുന്നിൻ്റെ ചിലവ് അതിന് പുറമെയാണ്. നമ്മുടെ പശു പ്രസവം കഴിഞ്ഞപ്പോൾ കുറേ ടൈം എടുത്തു. അപ്പോൾ നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ടോ. അപ്പോൾ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ തീർത്ത് പോയപ്പോൾ തന്നെ 500 രൂപയാണ് ഫീസ് വാങ്ങിയത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഡോക്ടറെ വീട്ടിലേക്ക് വിളിക്കുക ചെയ്യാറ്. കാരണം നമ്മൾ കൊണ്ടുപോകാനും വയ്യാത്ത പശുവിനെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ വണ്ടി വിളിച്ച് കൊണ്ടുപോകാനൊക്കെ എക്സ്പെൻസ് തന്നെയാണ്. അപ്പോൾ അതിലും നല്ലത് ഡോക്ടറെ വീട്ടിലേക്ക് വിളിക്കുന്നതിനാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇൻസുമിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബ്രീഡിനനുസരിച്ചായിരിക്കും ചിലവ്. അതായത് ഇൻസുമിനേഷൻ ഉദ്ദേശിച്ചത് കുത്തിവെപ്പാണ്. കുത്തിവെപ്പിൽ നമ്മളിപ്പോൾ നല്ല ഇനത്തിനെയൊക്കെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വിലക്ക് വ്യത്യാസം, അതായത് പൈസക്ക് വ്യത്യാസം ഉണ്ടാവും. അതായത് 1000 to 1500 വരെ ഇൻസുമിനേഷന് കൊടുക്കേണ്ടി വരും, അതായത് കുത്തിവെപ്പിന് കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് കേട്ടോ സാധാരണ ചിലവുകൾ. കേൾക്കുമ്പോൾ ചിലവ് കൂടുതലാണെന്ന് തോന്നും, പക്ഷെ അല്ല കേട്ടോ. സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മുടെ നാടൻ പശുവും ജേഴ്സി പശുവും നല്ല വ്യത്യാസമുണ്ട്. പാലിൻ്റെ കാര്യത്തിലായാലും നമ്മൾ കൊണ്ട് നടക്കുന്ന ചിലവിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഉണ്ട്. കാരണം നാടൻ പശുവിന് പച്ച പുല്ല് കിട്ടിയാലും നല്ല പാല് തരും. എന്നാൽ ജേഴ്സി പശുവിൻ്റെ കാര്യം അതല്ല. നല്ല തീറ്റ കൊടുത്താലേ നമുക്ക് പാല് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നാടൻ പശുക്കൾക്ക് പാല് കുറവാണ്. പാല് കൂടുതൽ കിട്ടുന്ന ഇനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞോണം തന്നെ ഗിർ, സഹിവാള്, ആംഗ്രേജ് എന്ന് പറഞ്ഞാൽ കുറേ ഇനമുണ്ട്. പക്ഷേ ആൾക്കാർക്ക് സ്വതവേ അറിയത്തില്ല. നമ്മൾ നാടൻ പശുവിനെയാണ് വളർത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് മഴയോ വെയിലോ ഒന്നും ഒരു പ്രശ്നമല്ല. അസുഖങ്ങളൊക്കെ വല്ലപ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്